ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 16 വ്യാഴം 2 മലയാള സിനിമകളാണ് പ്രധാനമായും ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുന്നത്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്യുന്ന പെറ്റ് ഡിറ്റക്റ്റീവാണ് ഇതിൽ ആദ്യത്തേത്. അനുപമ പരമേശ്വരനാണ് ഈ ചിത്രത്തിലെ നായിക. വിനയ് ഫോർട്ട്, ജോമോൻ ജ്യോതിർ, ശ്യാം മോഹൻ, വിനായകൻ, വിജയരാഘവൻ, പ്രസീത, പ്രശാന്ത് മാധവൻ, ഗ്രേസ് ആന്റണി എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആനന്ദ് സി ചന്ദ്രനാണ്. അഭിനവ് സുന്ദർ നായകാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് രാജേഷ് മുരുകേശനാണ്. പുറത്തുവരുന്ന ഭൂരിപക്ഷം റിവ്യൂകളും സൂചിപ്പിക്കുന്നത് മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന് തന്നെയാണ്. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ, ഡൊമിനിക്കൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ഓണർ റിലീസായി തിയേറ്ററിലെ ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ 50-ാം ദിവസം കൂടിയായ 8ാമത്തെ വ്യാഴാഴ്ചയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ചിത്രം 49-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലോക യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായ ചന്ദ്ര ചരിത്ര നേട്ടം കുറിച്ച് കേരളത്തിൽ 49 ദിവസം കൊണ്ട് 121,08,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഫൈനൽ റണ്ണിലേക്ക് നീങ്ങിക്കഴിഞ്ഞ ഈ സിനിമ ഈ വാരം തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കും എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മോഹൻലാൽ നായകനെ രഞ്ജിത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് 2001 തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന സിനിമയാണ് രാവണ പ്രഭു. ചിത്രം 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയത് ഒക്ടോബർ 10 വെള്ളിയാഴ്ചയാണ്. ഇന്ന് വ്യാഴാഴ്ചയോടെ 7 ദിവസം പൂർത്തിയാകുന്ന ഈ സിനിമ ഇന്നലെ 6-ാം ദിവസമായ ബുധനാഴ്ച കേരളത്തിൽ 18,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 6 ദിവസം കൊണ്ട് 3,06,00,000 രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 4 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. ഓംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ചിത്രം 14-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 46,12,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ചിത്രം 2 ആഴ്ച കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 680 കോടി റേഞ്ചിലാണ്. 15-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 700 കോടി മറികടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷെയ്ൻ നിഗം നായകനായി ഉണ്ണി ശിവരകൻ തിരക്കഥ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26-ന് തമിഴിലും മലയാളത്തിലുമായി തിയേറ്ററിലെത്തിയ സിനിമയാണ് ബെൽറ്റി. ചിത്രം 20-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 7,15,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 20 ദിവസം കൊണ്ട് കേരളത്തിൽ 8,93,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 12,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. നവാഗതനായ ഫാസിൽ മുഹമ്മദ് തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഫെമിനിച്ച് ഫാത്തിമ. ഈ സിനിമ 6-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 2,25,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 6 ദിവസം കൊണ്ട് 23,10,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സെന്ന ഹെഗ്ഡെ തിരക്കഥ സംവിധാനം ചെയ്ത അവിഹിതം എന്ന സിനിമയും ഒക്ടോബർ 10-നായിരുന്നു തിയേറ്ററിലെത്തിയത്. ഈ സിനിമ 6-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 4,05,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 6 ദിവസം കൊണ്ട് 38,80,000 രൂപ ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. ഒക്ടോബർ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ 3ാമത്തെ മലയാള സിനിമയാണ് പ്രൈവറ്റ്. ദീപക് ഡിയോൺ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മീനാക്ഷി, അനൂപ്, അനു ആന്റണി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 6-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 75,000 രൂപയാണ് കളക്ട് ചെയ്തത്. 6 ദിവസം കൊണ്ട് 10,70,70,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.